Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University, and myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing a fresh topic, that is employee health and safety. So last class we already discussed the introduction of labor welfare, its features, significance or types of labor welfare, and the approaches to labor welfare. And now today we are discussing a new topic, that is employee health and safety. So here is employee health and safety. So first we can discuss what is health. So health is a state of complete physical, mental and social well-being, not merely the absence of disease. It is the outcome of interaction between the individual and his environment. So if he is healthy, who is well adjusted. So here the employee's health is a state of complete physical, mental and social well-being. For organizational employees in the health എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഫിസിക്കലി, മെൻ്റലി അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കണം? സോഷ്യലി ഫിറ്റ് ഫോർ ദ ജോബ്. ഒരു വ്യക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ പരമായിട്ടും അല്ലേ, ഒരു സോഷ്യൽ വെൽബീയിങ് എന്നാണ് പറയുന്നത്. അപ്പം അസുഖങ്ങളൊന്നും ഇല്ലാതെ മാനസികമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ട്, എന്നാൽ അസുഖങ്ങളൊന്നുമില്ല, ആ വ്യക്തിയെ ഒരിക്കലും നമുക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കംപ്ലീറ്റ് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നല്ല ആരോഗ്യവാൻ, അതായത് ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ, സ്ട്രെസ്സൊന്നും ഇല്ലാതെ, എന്നാൽ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മൾ എപ്പോഴും എന്തെന്ന് പറയുന്നത്, നല്ലൊരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. ആൻഡ് സോ ഇറ്റ് ഈസ് എ ഔട്ട്കം ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ എൻവയോൺമെൻറ്റും കൂടെ ചേരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കമ്മിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഔട്ട്കം ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. സോ health is a state of complete physical, mental and social well-being and not merely the absence of disease. So it is the outcome of the interaction between the individual and his environment. And so we can say if he is healthy, who is well adjusted. അപ്പം ഒരു ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, മാനസികമായിട്ട് സന്തോഷമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ കുറവുകളെ അഡ്ജസ്റ്റ് ചെയ്ത് ആ എൻവയോൺമെൻറ്റ് കണ്ടൂസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഒരു ഇൻഡസ്ട്രിയൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എംപ്ലോയിയുടെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കേണ്ടത്. സോ ഹിയർ വി ക്യാൻ സീസ് ദാറ്റ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ്. അപ്പം അസുഖമില്ലാത്ത ഒരു വ്യക്തിയല്ല നമ്മൾ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്, പകരം ഫിസിക്കലി മെൻ്റലി ആ വ്യക്തി ഫിറ്റ് ആയിരിക്കണം. സോ ക്ലിയർ വിത്ത് ദി പോയിൻറ്റ് ഹെൽത്ത്. സോ അക്കോർഡിംഗ് ടു the joint ILO or WHO Committee on Organizational Health or Industrial Health, that is the ILO or the World Health Organization says that the industrial health organization health says that it is the promotion and maintenance of physical, mental and social well-being of workers in all occupations. And second is the prevention among workers of ill health caused by the working condition. So here the ILO or the WHO, that is World Health Organization, state organizational health or industrial health is the promotion and maintenance of physical, mental and social well-being of workers in all occupations. അപ്പം ILO അല്ലെങ്കിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതൊരു ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യുന്ന വർക്കറുടെയും ഫിസിക്കൽ, മെൻ്റൽ അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ്, അല്ലെങ്കിൽ ആ വർക്കർ ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അതിന് വേണ്ടി മെയിൻറ്റെയിൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടൊക്കെ ഉള്ളൊരു സോഷ്യൽ വെൽബീയിങ് നമ്മൾ അങ്ങനൊരു സാഹചര്യം ഏതൊരു ഓക്യുപ്പേഷനിലുള്ള വ്യക്തിക്കും ഒരുക്കി കൊടുത്തിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് ഇസ് പ്രിവെൻഷൻ എമംഗ് വർക്കേഴ്സ് ഓഫ് ഓൾ ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ ദി വർക്കിംഗ് കണ്ടീഷൻസ്. ഇനി വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് ഹിൽ ഹെൽത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻസ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. ഒരു ഓർഗനൈസേഷനിൽ വന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വരാതിരിക്കാൻ
പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പം ഒരു അസുഖം വരാതിരിക്കാനാണ് ഏതൊരു ഓർഗനൈസേഷനും ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പറഞ്ഞ എന്താണ്? പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ and social well-being of worker in all organizations. Second, prevention among workers of ill health caused by the working conditions. Third is protection of workers in their employment from risk resulting from factors adverse to health. And the next is placing and maintenance of the workers in an occupational environment adapted to his physical and psychological equipment. The third is protection of workers in their employment from risk റിസൾട്ടിങ് ഫ്രം ഫാക്ടേഴ്സ് അഡ്വേഴ്സ് ടു ഹെൽത്ത് ഇല്ലേ. അപ്പം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് ഫാക്ടർ, ഇപ്പോൾ കെമിക്കൽ ഫാക്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസൊക്കെ ആകുമ്പം എപ്പോഴും റിസ്ക് ആണല്ലേ. നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്തില്ല, എപ്പോഴും എന്തും സംഭവിക്കുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വർക്കേഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം തൻ്റെ ഹെൽത്തിന് അഡ്വേഴ്സ് അഫക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇൻഡസ്ട്രി എന്ത് ചെയ്യണം? ആ വർക്കേഴ്സിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇനി അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ ഇൻസാനിറ്റോ ഒക്കെ സംഭവിച്ചാൽ ലീഗൽ ഹയറിന് അതിനുള്ള ഒരു ജോലി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്ലേസിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ വർക്കർ in an occupational environmental adapted to his physical and psychological equipment. Then placing and maintenance of the worker in an occupational environmental adapted to physical and psychological equipment. അപ്പം ഒരു വ്യക്തിപരമായിട്ട് ഒരു വർക്കറിനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു സൈക്കോളജിക്കൽ എക്യുപ്മെൻറ്റ്, ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ സേഫ് ആകേണ്ടത്, ആ കണ്ടീഷൻസ് എല്ലാം അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്തുകൊണ്ടായിരിക്കണം ആ വ്യക്തിയെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. So here we discuss the 4 conditions of ILO or WHO committee, that is promotion and maintenance of physical, mental and social well-being of the worker in all occupations. Second, workers of ill health caused by working condition may be prevented. Third is protection of workers in their employment from risk resulting from factors adverse to health. And the last is placing and maintenance of the worker in an occupational environmental adapted to his physical and psychological equipment. Clear these points? Next we can discuss the modern concept of organizational health or industrial health. അല്ലേ, അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എംപ്ലോയീസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിൻ്റെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എങ്ങനെ നമുക്ക് പറയാം? There are some conditions, that is physical health, emotional health, intellectual health, social health, vocational health and spiritual health. So they are dividing some segments like physical. So we can discuss the physical health. So the physical health means being strong enough to cope with the pace of growth. ഇല്ലേ, ഒരു ഫിസിക്കൽ ഗ്രോത്ത്. അപ്പം മോഡേൺ കോൺസെപ്റ്റിൽ ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ പല ഹെൽത്ത് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടല്ല. ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മോഡേൺ കോൺസെപ്റ്റിൽ ഹെൽത്തിനെ അവർ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ഹെൽത്ത് അല്ലേ, ആരോഗ്യപരമായിട്ട്. അപ്പം അവിടെ ആദ്യം പറയുന്നത് എന്താണ്? ഓരോ ഓർഗനൈസേഷനിൽ കടന്നു വരുന്ന വ്യക്തി തൻ്റെ ഗ്രോത്തിൻ്റെ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ്റെ ഫേസസ് ഓഫ് ഗ്രോത്തിൽ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതാണ് ഫിസിക്കൽ ഹെൽത്ത്, ദാറ്റ് ഈസ് ബീയിങ് സ്ട്രോങ് ഇനഫ് ടു കോപ്പ് വിത്ത് ദി പേസ് ഓഫ് ഗ്രോത്ത്. ആൻഡ് ദ സെക്കൻഡ് ഇസ് ഇമോഷണൽ ഹെൽത്ത്, being self-aware and having the hope and resilience to bounce back. അല്ലേ, അപ്പോൾ ഒരു ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നൊരു സെൽഫ് അവെയർനെസ്, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളൊരു ബോധ്യം അല്ലേ, എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊരു കപ്പാസിറ്റി. ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊരു ടോപ്പ് അതോറിറ്റി അല്ലെങ്കിൽ മിഡ് അതോറിറ്റി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ നമുക്കവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? നമ്മളെ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക.
ആൻഡ് ഹാവിങ് ദ ഹോപ്പ് ആൻഡ് റീസൈലൻസ് ടു ബൗൺസ് ബാക്ക് ഇല്ലേ. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, പ്രതീക്ഷകൾ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂസിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് ആ പ്രശ്നം വഷളാക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു ഇമോഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും മനസ്സിലായില്ലേ, ഞാനെന്ന് പറയുന്ന ഒരു അവയർനെസ് അവിടെ നമുക്കുണ്ടായിരിക്കണം. ആൻഡ് ദ തേർഡ് ഇസ് intellectual health ഇല്ലേ, ബുദ്ധിപരമായിട്ട്. ദാറ്റ് ഈസ് ആസ്കിങ് ഹാർഡ് ക്വസ്റ്റ്യൻസ്, ക്യൂരിയസ്, കോൺസ്റ്റൻ്റ്ലി അസസ്സിങ് യുവർ സെൽഫ് ആൻഡ് അഡാപ്റ്റിംഗ് ടു ചേഞ്ച് ആൻഡ് ഇന്നോവേറ്റിംഗ്. അപ്പോൾ ഇൻ്റലക്ച്വൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടൊരു ആരോഗ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഒരു ചില ആശയങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, പിന്നെ ക്യൂരിയസ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു അസസ്മെൻറ്റ് നടത്തുക. പിന്നെ ചേഞ്ചസ് ഇല്ലേ, നമ്മുടെ മുന്നിൽ വരുന്ന ചേഞ്ചസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. ആ ചേഞ്ചസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഇൻ്റലക്ച്വൽ ഹെൽത്ത് എന്ന് പറയാം. സോ ഹിയർ വി ഡിസ്കസ് ഫസ്റ്റ് physical health, emotional health, next is intellectual health. Next is social health, that is be authentic and building mutually nourishing relationship. ഒരു സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മ്യൂച്വലി നൊറിഷിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലേ. അതായത് എല്ലാവരെയും നല്ല സൗഹൃദപരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കോൺടാക്ട്സുകളുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക, ഒതൻറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം നല്ലൊരു എംപ്ലോയി. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് വൊക്കേഷണൽ health, that is having a passion of success and a meaningful calling in life ഇല്ലേ. ഒരു വൊക്കേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാഷൻ ഓഫ് സക്സസ് ഇല്ലേ. അതായത് ഞാൻ ചെയ്യുന്നതെല്ലാം വിജയകരമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിനെ അർത്ഥവത്താക്കുന്ന ഒരു വ്യക്തി. അതായത് ഒരു ഒപ്റ്റിമിസ്റ്റിക് സ്റ്റൈൽ, എന്തിനേയും നമ്മൾ എന്താണ് ഒരു ആവേശത്തോടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ് സക്സസ് ആവണം, അല്ലെങ്കിൽ ഞാൻ അത് എനിക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിനെ കുറേ കൂടെ അർത്ഥവത്താക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് നമുക്ക് എന്തെന്ന് പറയാം, ഒരു വൊക്കേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഒരു സ്പിരിച്വൽ ഹെൽത്ത് ഇല്ലേ. സോ ദിറ്റ് ഈസ് നോട്ട് വെദർ യു ആർ religious, but whether you have higher purpose and a sense of being part of something bigger than yourself ഇല്ലേ. അതായത് ഒരു സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ റിലീജിയസ് പരമല്ല, അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ല, അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്ന് പറയുന്നതിനകത്തൊരു കാര്യമില്ല ഇല്ലേ. പകരം എന്താണ്, ഞാനൊരു ഇല്ലേ എങ്ങനെ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റ്. അതായത് ബീങ് എ പാർട്ട് ഓഫ് സംതിങ്. ഒരു വലിയൊരു സക്സസ് വന്നു കഴിയുമ്പോൾ ഞാൻ കാരണമാണ് ഇത്രയും വലിയ സക്സസ് ഉണ്ടായതെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളായിരുന്നു അതിൻ്റെ ഭാഗം, ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇല്ലേ, നിങ്ങളെല്ലാവരും കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത് എന്ന് പറയുമ്പോഴാണ് അവിടെ ശരിക്കും എന്താണ് അതിനൊരു സക്സസ് ആയിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ മൈൻഡ്, അല്ലെങ്കിൽ ആത്മീയതയെ നമുക്കതിനെ അങ്ങനെ പറയാം. അപ്പോൾ ഒരു സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് വെദർ യു ഹാവ് ഹയർ പേർപ്പസ് ഓർ എ സെൻസ് ഓഫ് ബീങ് പാർട്ട് ഓഫ് സംതിങ് ബിഗർ ദാൻ യുവർ സെൽഫ് അല്ലേ. സോ ഹിയർ വി ക്യാൻ സേ the modern concept of health anticipates and recognizes potentially harmful situations and applies measures to prevent disease and infirmity. അപ്പോൾ ഒരു മോഡേൺ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു ഇല്ലേ, എന്തൊക്കെയാണ്, ഫിസിക്കൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഇൻ്റലക്ച്വൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, വൊക്കേഷണൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്. അപ്പം ഒരു മോഡേൺ കോൺസെപ്റ്റിൽ ഒരു ഓർഗനൈസേഷണൽ എംപ്ലോയീസിൻ്റെ ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രഡീഷണൽ കോൺസെപ്റ്റ് നമ്മൾ രണ്ട് വാക്ക് ഉപയോഗിച്ചു, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന്. പക്ഷേ മോഡേൺ കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത്രയധികം ഇല്ലേ 6 തരത്തിലുള്ള ഹെൽത്ത്. അപ്പം ഒരു ഇൻഡിവിജ്വലിനെ എടുത്താൽ ഈ 6 കണ്ടീഷനിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കടന്നു പോകുന്നതെന്ന് നമുക്ക് മോഡേൺ കോൺസെപ്റ്റ് പറയാം. സോ ടുഡേ വി ഡിസ്കസ് ദി എംപ്ലോയീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് properly we discuss what is health. It is a state of complete physical and mental and social well-being, and not merely the absence of disease. And we discuss the WHO Committee Against the Industrial Health. So this says that the promotion and maintenance of physical, mental and social well-being of worker in all occupations, and we can prevent
workers' ill health caused by the working condition. And they says that the protection of workers in their employment from risk factors. And the last they says that placing and maintaining of the worker in an occupational environmental adapted to his physical and psychological equipment. And last we discussed the modern concept of organizational health or industrial health, that is physical health, emotional health, intellectual health, social health, vocational health, and the spiritual health. So let's conclude. The modern concept of health anticipates and recognizes potentially harmful situations and applies measures to prevent disease and infinity. Clear with the points or topics? So this is the end of today's section. Prepare well, study well. I hope you all understood the employee health. So thank you.